വേഗതയിലും കുറഞ്ഞ നിരക്കിലും സംസ്ഥാനത്താകെ തരംഗം തീർത്ത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിലും ആയിരക്കണക്കിന് പുതിയ ഉപഭോക്താക്കൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഭാഗമായി. സൗജന്യ കണക്ഷന് പുറമെ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി കേരള വിഷൻ കണ്ണൂർ ജില്ലയിൽ ഒരുക്കി. ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിൽ ആൻഡ്രോയിഡ് ടിവിയാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനമായി നൽകുന്നത്. ഏത് കുത്തകകൾക്കും കേരള വിഷന്റെ ജനകീയതയ്ക്കൊപ്പം എത്താനാവില്ലെന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്ത മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എതിരാളികളില്ലാത്ത മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ആകെ നടത്തുന്നത്. കേരളത്തിലെ മാത്രം പ്രവർത്തനം കൊണ്ട് രാജ്യത്ത് തന്നെ 6ാമത്തെ കമ്പനിയായി കേരള വിഷൻ മാറിയതും ചരിത്രം. ഈ ജനകീയ കൂട്ടായ്മയെ കേരളം അത്രമാത്രം നെഞ്ചേറ്റിക്കഴിഞ്ഞു. ഒരു കുത്തകകൾക്കും കേരള വിഷന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അധിനിവേശത്തിനെതിരായ ഈ പോരാട്ടത്തിൽ കണ്ണിചേർന്ന് കണ്ണൂരിലും പുതുതായി ആയിരങ്ങളാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഭാഗമാകുന്നത്. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ വേഗതയാർന്ന ഇന്റർനെറ്റ് സേവനം എത്തിക്കുകയാണ് കേരള വിഷൻ. കണ്ണൂർ വിഷന് കീഴിലെ ജില്ലയിലെ ഓപ്പറേറ്റർമാർ പുതുതായി കണക്ഷൻ എടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ആൻഡ്രോയിഡ് ടിവി ഉൾപ്പെടെ സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഈ സമ്മാനോത്സവ് പദ്ധതിക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. അടുത്ത വർഷം മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്നതാണ് സമ്മാനോത്സവ് പദ്ധതി. 17ാമത്തെ ആഴ്ചയിലെ ആൻഡ്രോയിഡ് ടിവി മാട്ടൂൽ സ്വദേശി കെ മുഹമ്മദ് നാദിഫിന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സമ്മാനിച്ചു. പതിനെട്ട്, 19, 20, 21 ആഴ്ചകളിലെ നറുക്കെടുപ്പും അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു. ആദ്യത്തത് ഇരട്ടി മേഖലയിലുള്ള 5 നറുക്കെടുപ്പിൽ ആദ്യത്തെ കസ്റ്റമർ വിഷ്ണു CH, ചെങ്ങാഴിയിൽ, പൂപ്പറമ്പ, എരുവാശി. എന്നും ജനപക്ഷത്തു നിന്ന് വാർത്തകൾ അവതരിപ്പിക്കുന്ന ചാനലാണ് കണ്ണൂർ വിഷൻ എന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. ഒരു ജനകീയ സംവിധാനം എങ്ങനെ വിജയത്തിൽ എത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതിൻ്റെ സംരംഭങ്ങളും. ഏതു കുത്തകകൾക്കും ഈ സംരംഭങ്ങളുടെ ജനകീയതയ്ക്ക് മുന്നിൽ അടിപതറേണ്ടി വരുമെന്നും മുൻ മേയർ പറഞ്ഞു. പല മേഖലകളിലും നമുക്ക് വലിയ കുത്തകകൾ ഇവിടെയുണ്ട്. ആ കുത്തക സംവിധാനങ്ങൾ നമ്മുടെയൊക്കെ പല സ്ഥലത്തും വന്ന് അതിൻ്റെ ക്യാൻവാസിങ് നടത്തി അതിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഉപകരിക്കൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നവരുണ്ട്. സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ളത് കെ-ഫോൺ വരുമ്പോൾ ആ കെ-ഫോൺ വിജയിക്കണമെങ്കിൽ പ്രാദേശികമായി ഈ COAയുടെ ഉൾപ്പെടെ സഹായ സഹകരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന നിലയിലേക്ക് വരെ എത്തുന്നു പറയുമ്പോൾ ഇതിൻ്റെ ആധികാരികത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒരു വേദിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഏറ്റവും ജനകീയമായി ജനങ്ങൾക്ക് ആവശ്യം വേണ്ട മേഖലകളിലാണ് COA കൈമുദ്ര ചാർത്തിയത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇന്ന് മുന്നോട്ടു പോകില്ല. സോളാർ സംവിധാനത്തിലേക്കും ഈ കൂട്ടായ്മ കടന്നിട്ടുണ്ട്. KV സോളാർ ഈ മേഖലയിൽ ജനപ്രിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. വൈദ്യുതിയാണ് ഇനി ഏറ്റവും പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. അവിടെ സോളാർ സംവിധാനം മാത്രമാകും പോംവഴിയെന്നും ടി ഒ മോഹനൻ പറഞ്ഞു. ഏറ്റവും പുതിയൊരു കാലഘട്ടത്തിൽ വീടുകളിലെ ആയാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ലാഭകരമായത് സോളാറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനത്തെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടി കഴിയുക? ഇത് പരസ്പരം ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവയെ എല്ലാം ഏകോപിപ്പിച്ച് ഒരു പ്രസ്ഥാനമായിട്ട് കൊണ്ടു നടക്കുക. 18, 19, 20, 21 ആഴ്ചകളിലെ നറുക്കെടുപ്പിൽ MK അനുരാഗ് ചട്ടുകപ്പാറ, ഫൗസിയ പെടയങ്ങോട്, TH ശ്രീനിവാസൻ തൃക്കണ്ണാപുരം, TM ജോസഫ് അരവഞ്ചാൽ എന്നിവർ ആൻഡ്രോയിഡ് ടിവിക്ക് അർഹരായി. മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. COA ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിഷൻ MD പ്രദീപ് അഡ്വക്കേറ്റ് ടി ഒ മോഹന് ഉപഹാരം സമർപ്പിച്ചു. COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP മുകുന്ദൻ, NVK അനിൽകുമാർ, കണ്ണൂർ വിഷൻ സ്ഥാപനങ്ങളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ KG ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.